നമസ്കാരം. DNMലേക്ക് സ്വാഗതം. ലോക്സഭാ ഇലക്ഷൻ കഴിഞ്ഞിട്ടും കനത്ത ചൂടിൽ മണിക്കൂറുകളോളം ക്യൂ നിന്നതിൻ്റെ ക്ഷീണം പലർക്കും മാറിയിട്ടുണ്ടാവില്ല. ഇത്തവണത്തെ VVPAT പോളിംഗ് മെഷീനിലെ പുതിയ സാങ്കേതിക വിദ്യ ജനങ്ങളെ എങ്ങനെ ബാധിക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള DNM സർവേയുടെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നു. നിങ്ങൾക്കും നിങ്ങളുടെ അഭിപ്രായം പങ്കുവെക്കാം. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യ ആരു ഭരിക്കണം എന്ന് തീരുമാനിക്കുന്ന അതിപ്രധാനമായ തെരഞ്ഞെടുപ്പിൽ വോട്ടു ചെയ്യാനെത്തിയ സാധാരണക്കാർ ഇത്തവണ അനുഭവിച്ചത് മുമ്പൊരിക്കലും നേരിടാത്ത കാത്തിരിപ്പായിരുന്നു. തെരഞ്ഞെടുപ്പിൻ്റെ സുരക്ഷ വർദ്ധിപ്പിക്കാനാണ് VVPAT സമ്പ്രദായം ഏർപ്പെടുത്തിയത്. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ 12 മണ്ഡലങ്ങളിലെ തിരഞ്ഞെടുക്കപ്പെട്ട ബൂത്തുകളിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ ഇത് നടപ്പിലാക്കിയിരുന്നു. വോട്ടു രേഖപ്പെടുത്തിയ സ്ഥാനാർത്ഥിയുടെ ക്രമനമ്പർ, പേര്, ചിഹ്നം എന്നിവ വോട്ടർമാർക്ക് 7 സെക്കൻഡ് വരെ കാണാൻ സാധിക്കും. ചുരുക്കത്തിൽ VVPAT സമ്പ്രദായം തെരഞ്ഞെടുപ്പിൻ്റെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതോടൊപ്പം വോട്ടർമാർക്ക് താൻ വോട്ടു ചെയ്ത സ്ഥാനാർത്ഥിക്ക് തന്നെയാണോ വോട്ടു രേഖപ്പെടുത്തിയത് എന്ന് ഉറപ്പുവരുത്താനും സാധിക്കുന്നു. എങ്കിലും ഈ തെരഞ്ഞെടുപ്പിൽ വോട്ടിംഗ് മെഷീനെതിരെ ഒരുപാട് പരാതികൾ ഉയർന്നിട്ടുണ്ട്. തൽക്കാലം ആ പരാതികൾ മാറ്റിവെച്ച് സാധാരണക്കാരായ ജനങ്ങൾക്ക് ഇത് ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടാക്കിയോ എന്നാണ് DNM ചാനൽ ചർച്ച ചെയ്യുന്നത്. സാധാരണ 5 മണിക്ക് അവസാനിക്കുന്ന പോളിംഗ് ഇത്തവണ 1 മണിക്കൂർ നീട്ടി 6 മണിവരെ നൽകിയെങ്കിലും പല സ്ഥലങ്ങളിലും രാത്രി 9 മണിവരെയും 10 മണിവരെയും പോളിംഗ് തുടർന്നു. പോളിംഗ് ശതമാനത്തിലുണ്ടായ വർധനവ് മാത്രമല്ല, VVPAT സമ്പ്രദായം പൊതുവെ ഒരു മെല്ലെപ്പോക്കാണെന്ന് അഭിപ്രായം പലർക്കുമുണ്ട്. 4-5 മണിക്കൂർ ഭക്ഷണം പോലും കഴിക്കാതെ ക്യൂവിൽ കാത്തുനിന്ന വോട്ടർമാരുടെ മാനസികാവസ്ഥ ആരും മനസ്സിലാകാതെ പോകരുത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇത്തവണ ഓപ്പൺ വോട്ടുകാരുടെ എണ്ണത്തിൽ വൻ വർധനവുണ്ടായിട്ടുണ്ട്. 50-60 വയസ്സുള്ള സ്വന്തമായി വോട്ട് ചെയ്യാൻ കഴിയുന്നവർ പോലും വോട്ടിംഗ് യന്ത്രത്തിൽ എന്താണ് ചെയ്യേണ്ടത് എന്ന ഭയം കൊണ്ടാണ് ഓപ്പൺ വോട്ടിന് തയ്യാറാകുന്നത്. മറ്റു ചിലർക്ക് ബട്ടൺ അമർത്തിയിട്ടും 7 സെക്കൻഡ് നീളുന്ന ബീപ്പ് ശബ്ദം കേൾക്കാൻ വൈകുന്നതും അനുഭവമുണ്ടായിട്ടുണ്ട്. ഇത്തവണ കേരളത്തിൽ 9 പേർ കുഴഞ്ഞു വീണ് മരിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. സംസ്ഥാനത്ത് നിലവിൽ അതിശക്തമായ ചൂട് നിലനിൽക്കവേ ഇത്രയധികം സമയം ക്യൂവിൽ നിൽക്കുക എന്നത് വളരെ പ്രയാസമാണ്. കന്നി വോട്ട് ചെയ്യാൻ പ്രസന്ന മുഖവുമായി പോളിംഗ് ബൂത്തിലെത്തിയവർ കാത്തിരുന്ന് വിയർത്ത് കുളിച്ച് കരുവാളിച്ച മുഖവുമായാണ് പുറത്തിറങ്ങിയത്. കേരളത്തിൽ കൂടുതൽ ബൂത്തുകളിലും 1000-ലധികം പേർ വോട്ട് ചെയ്യാൻ എത്തിയിട്ടുണ്ട്. കൃത്യസമയത്ത് പോളിംഗ് അവസാനിക്കണമെങ്കിൽ ഏകദേശം 1 മണിക്കൂറിൽ 100 പേരെങ്കിലും വോട്ടുകൾ രേഖപ്പെടുത്തണം. എന്നാൽ VVPATന്റെ സമയദൈർഘ്യം അതിന് തിരിച്ചടിയാകുന്നു. അർദ്ധരാത്രി 12 മണിവരെയും പോളിംഗ് നടന്നതായി കോഴിക്കോട് ജില്ലയിലെ പല സ്ഥലങ്ങളിലും റിപ്പോർട്ടുണ്ട്. ഇതിനുള്ള പരിഹാരം പോളിംഗ് ബൂത്തുകളുടെ എണ്ണം കൂട്ടുകയോ ഇലക്ഷൻ 2 ദിവസമാക്കി വർദ്ധിപ്പിക്കുകയോ ചെയ്യുക എന്നുള്ളതാണ്. ചുരുക്കത്തിൽ സാധാരണക്കാരനെ ബാധിക്കുന്ന ഈ ഒരു പ്രശ്നത്തിന് നിങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിക്കാം. VVPAT സമ്പ്രദായം എത്രത്തോളം ഫലപ്രദമായിട്ടുണ്ട് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. DNM സർവേയുടെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിലും നിങ്ങൾക്ക് പങ്കാളികളാകാം.